അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ പാറ്റേൺസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നോക്കാം, പാറ്റേൺസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 into 3 is equal to 3 is equal to 2 square minus 1. 1 into 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3നെ കിട്ടും അല്ലേ. പക്ഷെ 1 into 3 ചെയ്യുമ്പോൾ മാത്രമല്ല, മറിച്ച് 2 സ്ക്വയറിൽ നിന്നും 1 മൈനസ് ചെയ്താലും 3 കിട്ടും അല്ലേ. 2 സ്ക്വയർ എത്രയാണ് നമുക്കറിയാം, 4 ആണല്ലേ. 4 minus 1 ചെയ്യുമ്പോൾ 3 അല്ലേ കിട്ടുന്നത്, ആണ്. ഓക്കെ, ഇനി 2 into 4 8 ആണ്. ഓക്കെ, ഈ 8നെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. നോക്കാം, 3 സ്ക്വയർ മൈനസ് 1. ഓക്കെ, 3 സ്ക്വയർ എത്രയാണ്, 9 ആണ്. 9 minus 1 8 അല്ലേ, ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ പോയിരിക്കുന്നത്. ഈ പാറ്റേണിൻ്റെ അടുത്ത 2 ലൈൻസും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കേ, 1 2 3. അപ്പം അടുത്ത ആരായിരിക്കും, 4 ആയിരിക്കും. അടുത്ത ആരായിരിക്കും, 5 ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ 3 4 5 ആ ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 6 ആയിരിക്കും, അതിൻ്റെ അടുത്തത് 7 ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു 4 into 6 എത്രയാണ് നമുക്കറിയാം, 24 ആണ്. അതുപോലെ 5 into 7 എന്ന് പറയുന്നത് 35 ആണ്. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, 2 വന്നു, 3 വന്നു, 4 വന്നു, അടുത്ത ആരാണ്, 5 സ്ക്വയർ ആണ്. -1 എല്ലായിടത്തും വന്നിട്ടുണ്ടല്ലേ, നമുക്ക് എല്ലായിടത്തും -1 കൊടുക്കാം. 5 കഴിഞ്ഞ ആരാണ്, 6 ആണ്. 6 സ്ക്വയർ -1. അപ്പം നമ്മൾ ഈ പാറ്റേണിൻ്റെ ഈ 2 ലൈൻസ് ഫില്ല് ചെയ്തത് എങ്ങനെയാണ്, ജസ്റ്റ് ആ ഒരു ഓർഡറിൽ എങ്ങനെയാണോ ആ ഒരു ഓർഡർ നമ്മൾ അനുസരിച്ച് ഇങ്ങനെ വെറുതെ എഴുതി കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്തത് അല്ലേ. പക്ഷേ ഈ പാറ്റേൺ വരാനായിട്ട് ഒരു കാരണമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കേ, 1 into 3 ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അതായത് 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സിൽ ആദ്യത്തെയും അവസാനത്തെയും നമ്പറിനെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 2നെ അവർ എടുത്തിട്ടില്ല അല്ലേ, 2നെ മാറ്റി നിർത്തിയേക്കുവാണ്. 1 into 3 കണ്ടുപിടിച്ചു. ഇത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ മാറ്റി നിർത്തിയ ആളുണ്ട് അല്ലേ, ആരാണ്, 2 ആണ്. ആ 2ന്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പം ഇതുപോലെ ഇവിടെ നോക്കിക്കേ, 2 4 ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ആളാരാണ്, 3 ആണ്. 3നെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം 2 into 4 കിട്ടാനായിട്ട് നമ്മളിവിടെ ആരെയാണോ മാറ്റി നിർത്തിയത് അയാളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക, അയാളിൽ നിന്നും എന്ത് ചെയ്യുക, 1നെ മൈനസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഇവിടെ നോക്കുക, 3ഉം 5ഉം ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇവരുടെ ഇടയിൽ മാറ്റി നിർത്തിയത് ആരെയാണ്, 4നെയാണ്. അപ്പം 3 into 5 കിട്ടാനായിട്ട് ഈ മാറ്റി നിർത്തിയ ആളെ, അതായത് 4ന്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്നും 1നെ മൈനസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക, 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു. അവരിൽ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നടുവിലുള്ള ആളുടെ സ്ക്വയറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, 1നെ മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് എന്നതാണ് ഈ ഒരു പാറ്റേണിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു, അടുത്തടുത്ത് വരുന്ന 3 എണ്ണൽ സംഖ്യകൾ എടുത്തു. ഇനി ഇവരിൽ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നടുവിലുള്ള ആളുടെ സ്ക്വയർ വർഗത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, 1നെ മൈനസ് ചെയ്യുക, ഇതിനോട് ഈക്വൽ ആണ്. ഇതെല്ലാ കേസിലും ശരിയാണോ, അല്ലെങ്കിൽ ഓക്കെ ആണോ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടാണ്, ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് എല്ലാ കേസിലും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആരെയാ വേണ്ടേ, 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ വേണം അല്ലേ, 3 അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിനെ വേണം. അപ്പോൾ അതിന് ആദ്യത്തെ നമ്പറിൻ്റെ x എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ആരായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, അടുത്ത x+1 ആയിരിക്കും, അതിൻ്റെ അടുത്തത് x+2 ആയിരിക്കും. അപ്പോൾ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടുത്തടുത്ത് വരുന്ന 3 നമ്പേഴ്സ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ അറ്റത്ത് വരുന്ന അതായത് ആദ്യവും അവസാനവും കിടക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് നടുവിലുള്ള ആളുടെ
സ്ക്വയറിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് അറ്റത്ത് കിടക്കുന്ന രണ്ടുപേരുടെയും പ്രോഡക്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇതാണ് നമുക്ക് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടും. എക്സ് ഇൻറ്റു 2 2x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയുന്നത് നടുവിലുള്ള ആളുടെ സ്ക്വയറിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം. നമുക്ക് എന്താ കാണിക്കണ്ടേ? എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം? എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം. അങ്ങനെ ഈക്വൽ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലെ. നോക്കാം, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ആണ് നമുക്ക് വേണ്ടത്. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണ് നമ്മുടെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി ഇവരുടെ കൂടെ എന്താ ഉള്ളത്? മൈനസ് 1 ആണ് ഉള്ളത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 മൈനസ് 1. ഓക്കെ, ഈ ഒരു ടേം മാത്രം നോക്കുക. 1 മൈനസ് 1, 1ൽ നിന്നും 1നെ മൈനസ് ചെയ്തു. എന്താ അവിടെ പറ്റുന്നത്? 0 ആയി പോവും അല്ലെ. അതായത് ഇത് തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോവും. ബാക്കി ആരാ ഉള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ്. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? അതായത് ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നടുവിലുള്ള ആളുടെ സ്ക്വയറിൽ നിന്നും വർഗത്തിൽ നിന്നും 1നെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയേഴ്സ്. അതായത് വർഗങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. അതായത് ഈ സ്ക്വയർ നമ്പേഴ്സിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം നമുക്ക് നോക്കാം. Can we write all odd numbers greater than 1 as the difference of the squares of consecutive natural numbers? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Can we write, നമുക്ക് എഴുതാൻ പറ്റുമോ? എന്ത്? odd numbers greater than 1 as the difference of the squares of consecutive natural numbers. അതായത് 1നേക്കാളും വലിയ ഓഡ് നമ്പേഴ്സിനെ, ഒറ്റ സംഖ്യകളെ 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ, അതായത് 2 അടുത്തടുത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഓഡ് നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓഡ് നമ്പർ. ഈ എക്സിനെ 2 അടുത്തടുത്ത് വരുന്ന നമ്പർ, ഓക്കെ, 2 അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഓക്കെ, പറ്റുമോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓൾജിബ്ര വെച്ച് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്കിവിടെ ഓഡ് നമ്പർ ആണ് കിട്ടേണ്ടത് അല്ലെ. ഓഡ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു ഓഡ് നമ്പറിനെ കിട്ടാനായിട്ട് ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എങ്ങനെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് ഒരു ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം നമ്മൾ എഴുതുന്നത്? നമുക്കറിയാം, ഈവൺ നമ്പേഴ്സ് എല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഏതൊക്കെയാണ് ഈവൺ നമ്പർ എന്ന് പറയുന്നത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ എക്സെട്ര അല്ലെ. അതായത് 2ന് നമ്മൾ 2 into 1 എന്ന് എഴുതും, 4ന് 2 into 2 എന്ന് എഴുതും, 6ന് 2 into 3 എന്ന് എഴുതും അല്ലെ. ഈ ഈവൺ നമ്പേഴ്സ് എല്ലാം ആരുടെ മൾട്ടിപ്പിൾ ആണ്? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൺ നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ഈവൺ നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. ഓക്കെ, അപ്പൊ 2x വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈവൺ നമ്പറിനെ കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് ആരെയാണ്? ഓഡ് നമ്പറിനെയാണ് അല്ലെ. അപ്പൊ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഈവൺ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ നമ്പർ ആയിരിക്കും കിട്ടുന്നത്? ഒരു ഈവൺ നമ്പർ എടുത്തു മിസ്. ഇപ്പൊ 2വിനോട് 1 ആഡ് ചെയ്തു, നമുക്ക് ആരെയാണ് കിട്ടുന്നത്? 3നെയാണ് കിട്ടുന്നത്. അതായത് ഓഡ് നമ്പറിനെയാണ് കിട്ടുന്നത്. ഇനി വേറൊരു ഈവൺ നമ്പർ ആണ് 4.
4 + 1 ചെയ്തു. എത്ര കിട്ടുന്നേ? 5 ആണ്. അതും ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഒരു ഈവൺ നമ്പറിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആരെയായിരിക്കും? ഓഡ് നമ്പറിനെ ആയിരിക്കും. സോ 2x എന്ന് പറയുന്നതാണ് ഈവൺ നമ്പറിന്റെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? 2x + 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2x + 1 ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡ് നമ്പർ എന്ന് പറയുന്ന ആളാണ് ആര്? 2x + 1. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ 2x + 1നെ രണ്ട് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സമ്മായിട്ട്, ഓക്കെ, സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അപ്പൊ അതിനു വേണ്ടി അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണം അല്ലെ. അപ്പൊ അതിന് മിസ് എക്സ് എന്നൊരു നമ്പറിന് എടുത്താല് മറ്റേ നമ്പർ ആരായിരിക്കും? x + 1 ആയിരിക്കും എക്സിന്റെ അടുത്ത് വരുന്ന നമ്പർ അല്ലെ. ഇവരുടെ സ്ക്വയർ നമുക്ക് വേണം. ആ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതായത് നമുക്ക് കാണിക്കേണ്ടത് ഇത്രയാണ്: x² - x + 1 the whole square ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? നമ്മുടെ ഓഡ് നമ്പറിനെ, അതായത് 2x + 1നെ കിട്ടണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഇങ്ങനെയാണോ ഈക്വൽ ടു കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് x² - x + 1 the whole square-നെയാണ്. നോക്കാം, x² ഇവിടെ ഉണ്ട് അല്ലേ. x² അതുപോലെ തന്നെ നിർത്തുക. ഇനി ആരാ ഇവിടെ ഉള്ളത്? x + 1 the whole square ആണുള്ളത് അല്ലേ. x + 1 the whole square നമുക്ക് എങ്ങനെ എഴുതാം? x² + 2x + 1 എന്ന് എഴുതാം അല്ലെ. നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെയും ഒരു x² ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. എന്താണ് കാര്യം? ഇവിടെ x² ചെറുതാണ് അല്ലേ. x + 1 the whole square ആണ് വലുത് അല്ലേ. അതായത് 2² ആണോ 3² ആണോ വലുത്? 3² ആണ് വലുത് അല്ലേ. x + 1 the whole square ആണ് വലുത്. നമ്മൾ എപ്പോഴും ഡിഫറൻസ് കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വലുതിൽ നിന്നും ചെറുത് വേണം കുറയ്ക്കാനായിട്ട്. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റി അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വലുതിൽ നിന്നും ചെറുതിനെയാണ് മൈനസ് ചെയ്യേണ്ടത്. അതായത് x + 1 the whole square-ൽ നിന്നും ആരെ മൈനസ് ചെയ്യണം? x² മൈനസ് ചെയ്യണം. x + 1 the whole square - x² ചെയ്യാം. ഓക്കെ, x + 1 the whole square എന്ന് പറയുന്നത് എന്താണ്? x² + 2x + 1 ആണ്. മൈനസ് x² ഇവിടെ ഉണ്ട്. അപ്പൊ -x² നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കേ, x² - x². x²-ൽ നിന്നും x²-നെ നമ്മൾ മാറ്റി അല്ലെങ്കിൽ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ അവിടെ കിട്ടുന്നത്? 0 ആണ് അല്ലേ. അതായത് x²ഉം -x² ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ആരാ അവിടെ ഉള്ളത്? 2x + 1 ആണ് ഉള്ളത്. അപ്പൊ നോക്കിക്കേ, രണ്ട് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത്? ഓഡ് നമ്പറിനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയുന്ന പ്രോപ്പർട്ടി ആണ്, വി ക്യാൻ റൈറ്റ് ഓൾ ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. 1-നേക്കാളും വലിയ നമ്പേഴ്സിനെയാണ് നമ്മൾ 2x + 1 എന്ന് പറയുന്ന ഫോമിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 can be written as the difference of the squares of consecutive natural numbers. Okay, അടുത്തടുത്ത് വരുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗ വ്യത്യാസമായിട്ട് നമുക്ക് എന്തിനെ എഴുതാൻ പറ്റും? ഒറ്റ സംഖ്യകളെ, ഓഡ് നമ്പേഴ്സിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി നോക്കിക്കേ, the squares of all odd numbers are again odd number. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നേ? ഏതൊരു ഓഡ് നമ്പറിന്റെയും സ്ക്വയർ എടുത്താൽ, വർഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആരെ തന്നെയായിരിക്കും? ഓഡ് നമ്പറിനെ തന്നെയായിരിക്കും, ഒറ്റ സംഖ്യയെ തന്നെയായിരിക്കും. ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗങ്ങളും ഒറ്റ സംഖ്യകൾ തന്നെയാണ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ. ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചായിരുന്നു.
2x + 1 ആണ്. അപ്പോൾ ഈ ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് 2x + 1 അതിന്റെ സ്ക്വയർ വേണം, ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമുക്കറിയാലോ അല്ലേ, x + y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ആദ്യം നമുക്ക് x² ആണ് വേണ്ടത്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? 2x ആണ്. സോ 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ഇവർ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് എടുക്കുക, അതിന്റെ ട്വൈസ് എടുക്കുക. അതായത് 2 × 2x × 1 അല്ലേ. ഇനി ഇവിടെ നോക്കുക, 2x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? 2ന്റെ സ്ക്വയറും എടുക്കണം, എക്സിന്റെ സ്ക്വയറും എടുക്കണം. നമുക്ക് എന്ത് കിട്ടും? 4x² എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 1 ഉണ്ട്, പ്ലസ് ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 2 × 2 4x എന്നായിട്ട് മാറും. ഇൻറ്റു 1 ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ 4x എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവരെ നമുക്ക് അടുത്തടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ 4x² പ്ലസ് 4x + 1 നമുക്കിതിനെ എഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 ഇവിടെ രണ്ടു പേർത്തും എന്താണ്? കോമൺ ആയിട്ടുള്ള ആളാണല്ലേ. അപ്പോൾ നമുക്കിവിടെ 4നെ പുറത്തെടുക്കാം. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 4നെ ഈ ഒരു ടേമിൽ നിന്ന് നമ്മൾ മാറ്റിയാൽ ബാക്കി ഇവിടെ ആരുണ്ട്? x² ഉണ്ട്. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ നിന്നും 4നെ മാറ്റിയാൽ ബാക്കി ആരാ ഇവിടെ ഉള്ളത്? x ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു മുഴുവൻ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 4 × x² + x എന്ന് എഴുതാൻ പറ്റി. അത് ശരിയാണോ നോക്കാം. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. 4 × x², 4x² കിട്ടിയല്ലോ. പ്ലസ് ഓക്കെ 4 × x, 4x കിട്ടിയല്ലോ അല്ലേ. ഇനി പുറത്ത് ആരാ ഉള്ളതെന്ന് നോക്കിക്കേ, +1 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്ക് നോക്കാം, ഇവിടെ 4 × സം നമ്പർ അല്ലേ, അങ്ങനെ ഒരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ. 4 × ഏതോ ഒരു നമ്പർ. ഓക്കെ, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? എങ്ങനെയാണ് 4ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാണ് വരുന്നത്? ഓഡ് നമ്പർ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 4 × 1 തന്നെ എടുത്ത് നോക്കാം ആദ്യം. എത്രയാണ്? 4 ആണ്. 4 ഒരു ഈവൺ നമ്പർ ആണല്ലോ, ആണ്. ഇനി 4 × 2 ചെയ്ത് നോക്കാം. എത്രയാണ്? 8 ആണ്. 8ഉം ഈവൺ നമ്പർ ആണല്ലോ. ഇനി 4 × 3 ചെയ്ത് നോക്കാം. എത്രയാ വരുന്നത്? 12 ആണ്. ഓക്കെ, 12 എന്ന് പറയുന്നതും ഒരു ഈവൺ നമ്പർ ആണ്. അപ്പോൾ 4ന്റെ ഏത് മൾട്ടിപ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതൊരു ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു പാർട്ട് ഈവൺ നമ്പർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് ഈവൺ നമ്പർ ആണെന്ന് കിട്ടി. പ്ലസ് ഒരു 1 ഉണ്ടല്ലേ, ആ 1 നമ്മൾ 2 കൊടുത്തു. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഈവൺ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആരെയാണ്? ഓഡ് നമ്പറിനെയാണ് അല്ലേ. ഏതൊരു ഈവൺ നമ്പർ എടുത്തു നോക്കിക്കോ, അതിനോട് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഓഡ് നമ്പറിനെ കിട്ടും, ഒറ്റ സംഖ്യയെ കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഈ 4 × x² + x + 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്തപ്പോ നമുക്ക് ആരെ കിട്ടി? ഒരു ഓഡ് നമ്പറിനെ തന്നെ കിട്ടി. ഓക്കെ, ഇതായിരുന്നില്ലേ പറഞ്ഞിരുന്ന കാര്യം? നോക്കിയേ, സ്ക്വയർ ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആർ അഗെയിൻ ഓഡ് നമ്പേഴ്സ്. ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ എപ്പോഴും എന്തിനെ കിട്ടത്തുള്ളൂ? ഒരു ഓഡ് നമ്പർ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ഗീവ്സ് റിമൈൻഡർ 1. എന്നിവിടെ പറഞ്ഞിരിക്കുന്നേ ഏതൊരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കുക, ഏതൊരു ഒറ്റ സംഖ്യയുടെ വർഗത്തിനെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുക്കണം, അതിന് 4 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ ഓൾറെഡി നമ്മൾ തൊട്ട് മുന്നേ
ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടായി അല്ലേ? സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഫൈനൽ എത്രയാണ് വന്നത്? എത്രയാണ് നമുക്ക് കിട്ടിയത് നോക്കിക്കേ. 4 × x² + x + 1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വന്നത് അല്ലേ? എന്താ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഒരു ടേം, അതായത് ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു ടേം 4 × x² + x എന്ന് പറയുന്ന ടേം, ഈ ടേമിൽ 4 ഉണ്ടല്ലേ, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ടേം കട്ട് ചെയ്ത് പൊക്കോളും അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. ബാക്കി ആരാണ് ഇവിടെ കിടക്കുന്നത്? ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾ ആരാണ്? 1 ആണ്. സോ 1നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോകുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ് നമ്മുടെ റിമൈൻഡർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്, അല്ലെങ്കിൽ ശിഷ്ടം കിട്ടുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ഗീവ്സ് റിമൈൻഡർ 1. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ച 3 പ്രോപ്പർട്ടീസിനെയാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 3 പ്രോപ്പർട്ടീസിനെ മിസ് ഇവിടെ കൊടുത്തു. നമുക്കൊന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? എനി ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 can be written as the difference of consecutive perfect squares. എന്താ പറയുന്നത്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആരെ? 1നേക്കാളും വലിയ ഏത് ഓഡ് നമ്പറിനെയും, ഏത് ഒറ്റ സംഖ്യയെയും നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. പൂർണ്ണവർഗങ്ങളുടെ ഡിഫറൻസ് ആയിട്ട്, വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റും. ഇനി സെക്കൻഡ് നമ്മൾ എന്താ പഠിച്ചത്? ദ സ്ക്വയർ ഓഫ് all odd numbers are again odd number. ഏതൊരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? ഓഡ് നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്, മറ്റൊരു ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്നത് അല്ലെ? ഏതൊരൊറ്റ സംഖ്യയുടെയും വർഗം എന്ന് പറയുന്നത് മറ്റൊരു ഒറ്റ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു പറഞ്ഞത്? ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ഗീവ്സ് റിമൈൻഡർ 1. എന്താ പറയുന്നത്? അതായത് ഏതൊരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സ്ക്വയേഴ്സിന്റെ പഠിച്ചത്. ഓക്കെ,